ശാലോം. എല്ലാവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. നമ്മൾ വീണ്ടും ഈ പ്രഭാതത്തിൽ നമ്മളൊരു ക്ലാസ്സിനായിട്ട് കടന്നുകൂടിയിരിക്കുന്നു. നമ്മുടെ പുതിയ കുറെ വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് കൂടിയും പിന്നെ ഇത് റെക്കോർഡ് ആ സമയത്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ 3ഉം 4ഉം അധ്യായങ്ങൾ എടുത്ത് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പറഞ്ഞ് നോക്കാനൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ പുതിയതായിട്ട് ജോയിൻ ചെയ്ത കുറെ പേരുണ്ട്. അതേപോലെ തന്നെ നിരന്തരമായ ആവശ്യം ഓൺലൈനിലുണ്ട് പഴയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ശ്രമത്തിലേക്ക് രാവിലെ വന്നത്. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ, അനുഗ്രഹീതവും സമാധാനവുപരമായ ഒരു നല്ലൊരു പ്രഭാതം ഞങ്ങൾക്ക് തന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് സകലതും ദാനം തന്നതിനെ ഓർത്തും ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുന്ന് വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമായ യഹോശുവ, ഞങ്ങളായ യഹോശുവയുടെ മുൻപിലേക്ക് താണു വണങ്ങി ഈ പ്രഭാതത്തെ, ഞങ്ങളുടെ പഠനത്തെ, ഞങ്ങളുടെ ചിന്തകളെ, ഞങ്ങളുടെ വേദപഠനത്തെ എല്ലാം സമർപ്പിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണം യഹോശുവയുടെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. അപ്പോ നമുക്ക് ക്ലാസ്സിലേക്ക് ആരംഭിക്കാം. പറ്റുന്നവര് വീഡിയോ ഓൺ ആക്കി വെക്കുക. അപ്പം എനിക്കത് പഠിപ്പിക്കുമ്പോൾ ഒരു നന്നായിരിക്കും. ബൈബിൾ കയ്യിൽ ഉള്ളവർ എടുക്കുക. ഞാൻ ഇടയ്ക്ക് ഒന്ന് വായിക്കാൻ പറയും. അപ്പോൾ നന്നായിരിക്കും. ഓക്കെ, നമ്മള് 1-ാം അധ്യായം എന്ന് പറയുന്നത് എന്താണ് ഭാഷ, അതേപോലെ തന്നെ 2-ാം അധ്യായം ഭാഷയുടെ ആത്മാവിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട എൻ്റെ പുതിയ വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ നിങ്ങൾ ആ പഴയ വീഡിയോകൾ കാണണം, മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ശരിയാകത്തുള്ളൂ. 1-ാം അധ്യായത്തിൽ ഞാൻ വിശദീകരിച്ചിരിക്കുന്നത് എന്താണ് ഭാഷ, ആ ഭാഷ എങ്ങനെ മനുഷ്യനിലേക്ക് വന്നു, അത് ദൈവം എങ്ങനെ അത് കൂട്ടിച്ചേർത്തു, എങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്നും മനുഷ്യന്റെ ആത്മാവിലേക്ക് വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ വിശദീകരിച്ചിരിക്കുന്നത്. ഇപ്പൊ ഭാഷ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് വളരെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് ഞാനത് പഠിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസിന്റെ ടൈറ്റില് ബാബേൽ ഗോപുരം, ഭാഷ ചിതറിപ്പോയി, മഹത്വവും കുറഞ്ഞു പോയി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാഷയുടെ ദിവ്യ രഹസ്യം എന്നുള്ളതാണ് 1-ാമത്തെ അധ്യായം. അതിൽ ഭാഷ എന്താണ്, അതില് നമ്മൾ ഭാഷ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട്, അതേപോലെ തന്നെ ഭാഷ എങ്ങനെ രൂപപ്പെട്ടു, അതിൻ്റെ ശാസ്ത്രീയമായ വീക്ഷണങ്ങൾ, അതായത് ശാസ്ത്രീയ വീക്ഷണം, ഭാഷാ വീക്ഷണം, ബൈബിൾ ആത്മീയ വീക്ഷണം, അതേപോലെ തന്നെ ഞാൻ റൂഹയെ കുറിച്ച് സംസാരിക്കുന്നു, എബ്രായ ആ ഭാഷയെക്കുറിച്ച്, ആദ്യത്തെ പവിത്രമായ ഭാഷ. ഈ ഭാഷ ഇത് നമ്മൾ പഠിക്കുമ്പോൾ, അതായത് ഹീബ്രു നമ്മുടെ ആദ്യത്തെ ഭാഷ എന്ന് പറഞ്ഞ് പഠിക്കുന്നിടത്താണ് ഞാൻ എൻ്റെ വിദ്യാർത്ഥികളോട് ഓർമ്മപ്പെടുത്തുന്നത്, എബ്രായ ഭാഷ പഠിക്കുമ്പോൾ അതിൻ്റെ ഓരോ അക്ഷരവും അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. അതൊന്ന് വിശദീകരിച്ചിട്ട് ഞാൻ 3-ാം അധ്യായത്തിലേക്ക് പോകാം. നമ്മുടെ ഭാഷയ്ക്ക്, എബ്രായ ഭാഷയ്ക്ക് 4 വിധം കാര്യങ്ങളുണ്ട്. 4 കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് പതിയുന്നു. എന്നെ കേൾക്കുന്ന
പ്രിയപ്പെട്ടവര്, ഈ 4 കാര്യങ്ങളും ആദ്യം തന്നെ പതിക്കണം. കാരണം ഇതിൻ്റെ അകത്ത് പ്രിയപ്പെട്ടവരായിരിക്കുന്ന അബ്രഹാം കോശിസാറ്, യേശുവ ഉണ്ട്. ആ, എങ്ങനെ ജെറുസലേമിൽ നിന്ന് യേശു എന്നൊന്നും എനിക്ക് അറിയത്തില്ല, എന്നാലും യേശുവ ഉണ്ട്. ഓക്കെ, ഓക്കെ, യേശുണ്ട്. ഓക്കെ, ഓക്കെ. അതേ കണക്ക് തന്നെ സുമയുണ്ട്. അതേ കണക്ക് തന്നെ എൽസമ്മ സഹോദരി ഉണ്ട്, സാലി ഉണ്ട്. അപ്പോൾ എല്ലാം എനിക്ക് സന്തോഷമായി. നിങ്ങൾ പുതിയ കുറെ ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. അതായത് എബ്രായ ഭാഷ പഠിക്കുമ്പോൾ 4 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ആ 4 കാര്യത്തില് ഒരു കാര്യം ഇങ്ങനെയാണ്. ഒന്ന്, ചിത്രലിപി, പിക്ചർ വേർഡ്. ഒരു നമ്മുടെ ആലഫ്, ബെയ്ത്ത്, ഗിമൽ, ദാലത്ത് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്ന 22 അക്ഷരങ്ങൾക്കും ഈ പറയുന്ന എല്ലാ കാര്യവും നിങ്ങൾ അത് മനസ്സിൽ വെക്കണം. അപ്പൊ ആലഫിന് നിങ്ങൾ എടുക്കുമ്പോൾ അതിനൊരു ചിത്രലിപിയുണ്ട്, ഒരു ഗണിത ശാസ്ത്രമുണ്ട്, അതായത് ഒരു ഗെമറ്റേറിയ വാല്യൂ ഉണ്ട്, ഓരോ അക്ഷരത്തിനും ഓരോ സംഖ്യയുണ്ട്, ഒരു പ്രവചനാത്മകമായ ഒരു അർത്ഥമുണ്ട്. ഞാൻ കുറച്ചും കൂടി ലളിതമാക്കി പറയാം. ഒരു ചിത്രലിപിയുണ്ട്, ഒരു ഗണിത ശാസ്ത്രം ഗെമറ്റേറിയ വാല്യൂ ഉണ്ട്, ഒരു ഒരു ഗണിത മൂല്യമുണ്ട്, പിന്നെ അതേപോലെ തന്നെ ആ, അതിനൊരു അർത്ഥമുണ്ട്, പിന്നെ അതേപോലെ തന്നെ പ്രാവചനികമായ അർത്ഥമുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ചിത്രലിപി എന്താന്ന് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരാം, കുറച്ചും കൂടി മനസ്സിലാക്കി തരാം. ഈ ചിത്രലിപി എന്ന് പറയുന്നത് വളരെ 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 വർഷങ്ങൾക്ക് മുൻപ്, അതായത് എബ്രായ ഭാഷ രൂപപ്പെട്ട് ലിപി സമ്പ്രദായം രൂപപ്പെട്ടപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഇന്നത്തെ പോലെ നമ്മൾ പഠിക്കുന്നത് പോലെ കൃത്യമായ രൂപകൽപ്പന ചെയ്യപ്പെട്ട ഒരു അക്ഷരമല്ല ഉള്ളത്. പകരം അന്നത്തെ കാലഘട്ടത്തിലെ അവർ മനസ്സിലാക്കി പല കാര്യങ്ങളും, ദൈവത്തെക്കുറിച്ച്, യഹോശുവയെക്കുറിച്ച് ഒക്കെ മനസ്സിലാക്കുമ്പോൾ അവർ പ്രകൃതിയിൽ നിന്നും അവരുടെ ജീവിത സംസ്കാരത്തിൽ നിന്നും തൊഴിൽ മേഖലയിൽ നിന്നും അവരുടെ അനുഭവങ്ങളിൽ നിന്നും അവർ കോറി വരച്ചതായിട്ടുള്ള അക്ഷരം. അതിനെ നമ്മൾ ഭാഷയുടെ ആഴത്തിലുള്ള പഠനവുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ അതിനെ നമുക്ക് വളരെ ഇതൊരു വലിയൊരു പഠനമാണ് ഈ ഭാഷാ പഠനം എന്ന് പറയുന്നത്. അത് വേറൊരു ബ്രാഞ്ചാണ്, വേറൊരു തലമാണ്. അപ്പോൾ നിങ്ങൾ ഈ പഠിക്കുന്നവർ പറയും, സാറേ ഈ ഹീറോഗ്ലിഫിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഈ പ്രാചീന പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ ചില ഭാഗങ്ങൾ ഞങ്ങൾ കണ്ടല്ലോ, ഞങ്ങൾ ഫിനീഷ്യൻ സംസ്കാരത്തിന്റെ ചില അക്ഷരങ്ങൾ ഇതിൽ കണ്ടല്ലോ. അതെ, അന്ന് അന്ന് എല്ലാ മനുഷ്യരും ഒന്നായിരുന്നു, ഒരിടത്തായിരുന്നു, ഒരിടത്തായിരുന്നു. അവർ പിന്നെ ചിതറിപ്പോയപ്പോൾ, അവരുടെ എല്ലാം ചിതറിപ്പോയപ്പോൾ അവരിൽ നിന്നും ഇവരിൽ നിന്നും ഒക്കെ രൂപം കൊണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ഇത് ഭാഷയെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇതിൻ്റെ അകത്ത് ഒരു സ്പിരിച്വൽ ഡയമെൻഷൻ നിങ്ങളെ കലർത്തൽ, ഞാനിതൊരു ആമുഖമായിട്ട് പറഞ്ഞു. പക്ഷേ നമ്മൾ എബ്രായ ഭാഷ നമ്മൾ പഠിക്കുന്നതിൻ്റെ അകത്ത് ഈ 22 അക്ഷരങ്ങളെയും നിർമ്മിച്ചിരിക്കുന്നത് ആരാണ്? ദൈവപിതാവാണ്. ദൈവപിതാവ് ഈ ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുൻപ് ഈ 22 അക്ഷരങ്ങളും ഉണ്ടാക്കി. അതിന് തെളിവെന്തി? പെട്ടെന്ന് നിങ്ങൾ ചോദിക്കും, സാറേ ഞങ്ങൾക്ക് അതിന്റെ തെളിവൊന്നും ബൈബിളിൽ നിന്നില്ല. ഉണ്ട്, ബൈബിളിലുണ്ട്. ബൈബിളിൽ ഉള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. കാരണം അത് നമ്മുടെ ഇംഗ്ലീഷ് ബൈബിളിലും നമ്മളുടെ മലയാള ബൈബിളിലുമില്ല. നമ്മുടെ മലയാള ബൈബിളിന്റെ വാക്യങ്ങൾ നോക്കി എബ്രായ ഭാഷ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങളിൽ വളരെമായ സംശയമുണ്ടാവും, അവ്യക്തത ഉണ്ടാവും. കാരണം എബ്രായ ഭാഷ പഠിക്കണമെങ്കിൽ എബ്രായ ഭാഷ തന്നെ പഠിച്ച് അതേ വേദപുസ്തകം തന്നെ വായിക്കണം. ഞാൻ ഇതെല്ലാം ആമുഖമായിട്ട് പറയുന്നതിന്റെ കാരണം, എബ്രായ ബൈബിളിൽ അതിന്റെ തുടക്കം ബറഷീത്ത് എന്ന് പറഞ്ഞ അധ്യായം, അതായത് ഉൽപ്പത്തി പുസ്തകം എന്ന് നമ്മൾ വിളിക്കുന്ന ബറഷീത്ത് എന്ന ആ അധ്യായത്തില് അതിലൊരു വാക്യമുണ്ട്.
ബറഷീത്ത്, ബാര, യത്ത്. അതായത് ആലഫും, നമ്മുടെ ആദ്യത്തെ അക്ഷരമായ ആലഫും ഏറ്റവും ഒടുവിലത്തെ അക്ഷരമായ തൗ എന്ന് പറഞ്ഞ അക്ഷരമുണ്ട്. ആലഫിന്റെ അർത്ഥം എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു തരാം. ആലഫിന്റെ അർത്ഥം ഏകൻ, ശക്തിമാൻ, നേതാവ്, അധികാരി, ഗുരു എന്നൊക്കെ ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് ആലഫ്. എലോഹീം എന്ന് ആദ്യത്തെ ബൈബിളിന്റെ അല്ലെങ്കിൽ എബ്രായ ബൈബിളിന്റെ അല്ലെങ്കിൽ നമ്മുടെ ബൈബിളിന്റെ മൂലഭാഷയിലെ ആദ്യത്തെ വാക്കാണ് എലോഹീം എന്ന് എഴുതിയിരിക്കുന്ന ആലഫ്. ആലഫ് അത് തുടങ്ങിയിരിക്കുന്നത് തന്നെ ആലഫിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരട്ടെ, ആദ്യം ആ എലോഹീമിനെ കാണിക്കുന്നതിന് മുൻപ് ദൈവം ആദ്യമേ കാണിച്ചിരിക്കുന്നതാണ് യത്. യത്ത് എന്നുള്ള പദം. നമുക്ക് യത്തിനെ വേറൊരു അർത്ഥതലത്തിൽ എടുക്കാം, വളരെ ബിബ്ലിക്കലായിട്ടുള്ള ഒരു അർത്ഥതലത്തിൽ എടുക്കാം. അതെങ്ങനെയാണെന്ന് അറിയാമോ? നമ്മൾ വെളിപ്പാട് പുസ്തകം, യെശയ്യാ പ്രവചനമൊക്കെ വായിക്കുമ്പോൾ അവിടെ ഒരു വാക്യം നമുക്ക് കാണുവാൻ കഴിയും: ഞാനാകുന്നു ആദ്യനും അന്ത്യനും. അപ്പോ ആദ്യത്തെ അക്ഷരം ആലഫ്, ഏറ്റവും അവസാനത്തെ അക്ഷരം തൗ. യഥാർത്ഥത്തിൽ യോഹന്നാനോട് യേശു കർത്താവ് നിന്ന് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഞാനാകുന്നു ആലഫ് തൗ. ആൽഫ ആൻഡ് ഒമേഗ എന്ന് പറഞ്ഞിട്ടില്ല. കാരണം യോ യോഖന്നാൻ യോഖന്നാൻ യോഹന്നാൻ അല്ല, യോഖന്നാൻ അതിനും അർത്ഥമുണ്ട്. യോഹന്നാൻ ഒരർത്ഥവുമില്ല, ജോണിനും ഒരർത്ഥമില്ല. യോഖന്നാൻ ഒരർത്ഥമുണ്ട്. ആ അർത്ഥമുള്ള ആ മനുഷ്യന്റെ മുമ്പിൽ നിന്നിട്ട് യഹോശുവ പറഞ്ഞത്, യേശു കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ആലഫ് തൗ ആണ്. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ദൈവം അനാദിയിൽ നിന്നും സൃഷ്ടിയുടെ കർമ്മം ആരംഭിക്കുമ്പോൾ ആദ്യം 22 അക്ഷരങ്ങളെ പണിഞ്ഞു. 22 അക്ഷരങ്ങളിലൂടെയാണ് ഈ ലോകത്തെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ 22 അക്ഷരങ്ങളും ആരെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്? ആരെയാണ്? യേശു കർത്താവിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ 22 അക്ഷരങ്ങളിലും നമുക്ക് യേശു കർത്താവിനെ, മിശിഹായെ നോക്കിക്കാണുവാൻ പറ്റും. അതുകൊണ്ടാണ് യോഹന്നാനോട് പറഞ്ഞത്, ഞാൻ ആലഫ് തൗ ആണെന്ന് പറഞ്ഞപ്പോൾ യോഹന്നാൻ അത് മനസ്സിലാക്കിയത്. ഇപ്പൊ ഉദാഹരണത്തിന് സാലി സഹോദരിയോടുത്ത് യേശു കർത്താവ് നാളെ വന്നിട്ട് പറയുവാണ്, ഞാൻ ആ മുതൽ അം വരെയാണ് എന്ന് പറഞ്ഞാൽ അതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? മലയാള ഭാഷയിൽ സംസാരിക്കുക, എന്നിട്ട് പറയാം ഞാൻ ആ മുതൽ അം വരെയാണെന്ന് പറഞ്ഞാൽ അതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ആയിക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടോ? അമ്മിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഓയ്ക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടോ? അപ്പം നമ്മൾ പറയും അതൊക്കെ ഒരു ഭാഷയുടെ ശബ്ദമാണെന്ന് പറയും, അല്ലെ? അക്ഷരത്തിന്റെ ശബ്ദമാണെന്ന് പറയും. പക്ഷെ എബ്രായ ഭാഷയിൽ അങ്ങനല്ല. എബ്രായ ഭാഷയിൽ ഓരോ അക്ഷരത്തിനും അതിൻ്റെതായ മൂല്യമുണ്ട്, അർത്ഥമുണ്ട്, പ്രാവചനികം അർത്ഥമുണ്ട്, ശബ്ദത്തിന് ഒരു അർത്ഥമുണ്ട്. അത് നിങ്ങൾ കുറച്ചും കൂടി വലിയ ലെവൽ ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആ ശബ്ദത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് ഞാൻ വ്യാഖ്യാനിക്കുന്നത്. കാരണം ശബ്ദത്തെക്കുറിച്ചും ഒരു അർത്ഥമുണ്ട്. അതിന്റെ ഇടയ്ക്കുള്ള, ഇപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹേയെ കുറിച്ച് പഠിച്ചപ്പോ ഞാൻ ആ ഹേ എന്ന് പറഞ്ഞതിന്റെ അകത്തുള്ള അർത്ഥം ഞാൻ പറഞ്ഞു തന്നു. അതേപോലെ തന്നെ ഇതിന്റെ അക്ഷരത്തിന്റെ ശബ്ദത്തിന് വരെ അർത്ഥമുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ 4 കാര്യങ്ങൾ ഓർത്തിരിക്കുക. എബ്രായ അക്ഷരത്തിന് ഒരു ശബ്ദമുണ്ട്, ഒരു ഗമറ്റേറിയ വാല്യൂ ഉണ്ട്, ഒരു പിക്ചർ വേർഡ് ഉണ്ട്, ഒരു ചിത്രാക്ഷരമുണ്ട്, ഒരു അർത്ഥമുണ്ട്. 4 കാര്യങ്ങൾ നമ്മുടെ പഠനവുമായിട്ട്, പ്രത്യേകിച്ച് ഈ പഠനവുമായി ബന്ധപ്പെട്ട് നിങ്ങളത് മനസ്സിലാക്കിയിരിക്കണം. ഞാൻ ഇത്രയും പറയാൻ കാരണം, ഇത് ആദ്യത്തെ ക്ലാസ്സിന്റെ ആദ്യത്തെ കാര്യമാണ്. പക്ഷേ ഇതൊന്നുകൂടെ പറയാൻ ഞാൻ പ്രേരിതനായത്, എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരും പുതിയ ആൾക്കാരാണ്.
അപ്പൊ 22 അക്ഷരത്തെയും സൃഷ്ടിച്ചു ദൈവം. അത് യാദൃച്ഛികമല്ല, അത് ദൈവികമായ രൂപകൽപ്പനയാണ്. അത് അങ്ങനെ എല്ലാം ചിന്തിച്ച് അതേപോലെ തന്നെ നമ്മൾ ഒന്നാമത്തെ അധ്യായം നിർത്തുന്നത് ഭാഷ ഒരു ഗോവണിയായിട്ടാണ്. അതായത് യാക്കോബ് ഒരു ഗോവണി കാണുന്നുണ്ട്, അല്ലെ? സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു ഗോവണി. ഈ ഗോവണിയുടെ ഒരു ചിത്രം പറഞ്ഞിട്ടാണ് ഞാൻ ഒന്നാമത്തെ അധ്യായം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഈ അധ്യായത്തിൽ ഒരു ഗോവണി കാണാൻ പറ്റും. അതായത് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ദൈവത്തിന്റെ സന്ദേശം, ദൈവത്തിന് ഭൂമിയിലുള്ള മനുഷ്യനോട് വർത്തമാനം പറയണം, സംസാരിക്കണം, സംവേദിക്കണം. അതിനായിട്ട് ദൈവം ഭൂമിയിലെ മനുഷ്യന് കൊടുത്ത വിശുദ്ധ ഭാഷയാണ് ലഷോൻ ഹക്കത്തോഷ്. ലഷോൻ ഹക്കത്തോഷ്, അത് മനസ്സിലാക്കണം. ലഷോൻ ഹക്കത്തോഷ് എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ ഭാഷ എന്നാണ്. ലഷോൻ ഹക്കത്തോഷ്. അത് കഴിഞ്ഞ് ചാപ്റ്റർ 2 നമ്മൾ വരുമ്പോൾ നമ്മൾ അവിടെ എബ്രായ ഭാഷയും ആത്മാവും എന്ന് പറഞ്ഞ ഒരു പാഠമാണ് അവിടെ കാണുന്നത്. അവിടെയും ഞാൻ റൂഹയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതായത് ശ്വാസം. ആ ശ്വാസം എങ്ങനെയാണ് നമ്മളിലേക്ക് വന്നതും അത് നമ്മളിലൂടെ എങ്ങനെയാണ് അത് പരിവർത്തനം ചെയ്ത് ഭാഷയായി പരിണമിച്ചതിനെ കുറിച്ചുമുള്ള കാര്യമാണ് ഞാൻ 2ാമത്തെ ചാപ്റ്ററിൽ ഞാൻ അന്ന് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ 2ാമത്തെ പാഠത്തിൽ ഞാൻ ഷോർഷ് എന്നുള്ള ഒരു പദം പറഞ്ഞിരുന്നു. നിങ്ങൾ 1-ാം അധ്യായം 2-ാം അധ്യായമൊക്കെ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അത് നോക്കി കാണുന്നവർക്ക് അത് മനസ്സിലാകും. ഷോർഷ് എന്നുള്ളൊരു പദം, ഷോർഷ്. ഷോർഷ് നിങ്ങൾ 1-ഉം 2-ഉം അധ്യായങ്ങൾ, നിങ്ങൾ കംപ്ലീറ്റ് അധ്യായങ്ങളും ഇൻട്രൊഡക്ഷൻ ക്ലാസ്സസ് കേട്ടിരിക്കണം. എന്നാലേ നമ്മൾ തുടർന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാകത്തുള്ളൂ. ഷോർഷ് എന്നത്, ഇപ്പൊ ഷോർഷ് എന്ന് പറയുന്നത് 3 അക്ഷര വേരുകളുള്ള മൂലപദമാണ്. അതായത് ഉദാഹരണത്തിന് തോറ എന്നുള്ളൊരു വാക്ക് ഞാൻ എടുക്കും. തോറ, അതിന്റെ മൂലപദം യാര. യാര എന്നുള്ള പദം, അതായത് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക, തൊടുത്തുവിടുക, അമ്പെയ്ത് കൊടുക്കുക, അമ്പെയ്ത് ലക്ഷ്യസ്ഥാനത്തെത്തി മുറിവേൽപ്പിക്കുക എന്നുള്ള പദമാണ് ഈ യാര എന്ന് പറഞ്ഞ മൂലപദത്തിലുള്ളത്. ആ മൂലപദവുമായിട്ട് കണക്റ്റഡ് ആണ് തോറ എന്ന് പറയുന്നത്. അപ്പോൾ തോറ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് 5 പുസ്തകം എന്നുള്ളതാണ്. പക്ഷെ യഹൂദനെ സംബന്ധിച്ച് തോറ എന്ന് പറയുന്നത്, പഞ്ചഗ്രന്ഥം എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ട പുസ്തകമാണ്. ഈ തോറ എന്ന് പറഞ്ഞ 5 പുസ്തകത്തിലാണ് ബൈബിൾ പണിഞ്ഞ് 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 മുന്നോട്ട് പോയിരിക്കുന്നത്. ഉൽപ്പത്തി, പുറപ്പാട്, അല്ലെ, ലേവ്യ, സംഖ്യ, ആവർത്തനം. ഈ 5 പുസ്തകത്തിൽ ആണ് അടിസ്ഥാനമിട്ട് ഈ ബൈബിൾ എന്ന വിശുദ്ധ വേദപുസ്തകം, നമ്മുടെ കയ്യിലുള്ള വേദപുസ്തകം പണിഞ്ഞ് ദൈവം തന്നിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ 5 പുസ്തകത്തിലെയും എക്സ്പ്ലനേഷൻസ് ആണ് നമുക്ക് സുവിശേഷങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. ഈ 5 പുസ്തകങ്ങളിൽ പറഞ്ഞ പ്രവചനങ്ങളുടെ നിവർത്തിയാണ് പിന്നെയുള്ള കാലഘട്ടത്തിലെല്ലാം പ്രവാചകന്മാർ പറഞ്ഞത്, പ്രവാചകന്മാർ പഠിപ്പിച്ചത്, പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിച്ചത്, യാക്കോബ് പഠിപ്പിച്ചത്, അതേപോലെ തന്നെ യോഹന്നാൻ പഠിപ്പിച്ചത്, പത്രോസ് പഠിപ്പിച്ചത്, യൂദ പഠിപ്പിച്ചത്. ഇവരെല്ലാവരും പഠിപ്പിച്ചിരിക്കുന്നത് പഴയ ആ 5 പുസ്തകത്തെ നോക്കിയിട്ടാണ്. അത് നമ്മൾക്ക് ഫൗണ്ടേഷനാണ്. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ പുതിയ നിയമം നിങ്ങൾക്ക് മനസ്സിലാകും. സോ ദ ഫൗണ്ടേഷൻ ആണ് ഈ 5 പുസ്തകം. ഞാൻ അത്രയും മാത്രം പറയുവാണ്. ഓക്കെ, നമ്മൾ ഇനി യാരയിലേക്ക് വരാം. യാരയുടെ അർത്ഥം ഞാൻ പറഞ്ഞു. അപ്പോൾ യാരയുടെ അർത്ഥം പറഞ്ഞു. അപ്പൊ തോറ. അപ്പൊ തോറയെ കുറിച്ച്, തോറയാണല്ലോ ഈ 5 പുസ്തകം, വിശേഷപ്പെട്ട വിശുദ്ധമായ പുസ്തകം. അതെല്ലാം ഇവർ പഠിക്കുന്നു. അപ്പോ ഞാനൊരു കാര്യം പറയാം. ഞാനൊരു അർത്ഥം പറഞ്ഞു, ലക്ഷ്യസ്ഥാനത്തേക്ക് അമ്പെയ്ത് മുറിവേൽപ്പിക്കുക. അങ്ങനെ മുറിവേറ്റ
അല്ലെങ്കിൽ കുത്തുകൊണ്ട ഒരു ഒരു കാര്യം ബൈബിളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തികൾ നിങ്ങൾ വായിക്കുമ്പോൾ പത്രോസ് എഴുന്നേറ്റ് നിന്ന് 3000 പേരോട് എന്തു ചെയ്തു? യേശു കർത്താവിനെ കുറിച്ചും അങ്ങ് വളരെ ഉൽപ്പത്തി മുതൽ വ്യാഖ്യാനിച്ചു തുടങ്ങി, കംപ്ലീറ്റ് കാര്യം പറഞ്ഞു തുടങ്ങി. അത് കേട്ടിട്ട് അവർ ചോദിച്ചു, ഇങ്ങനെയാണ് ആ വചനം, തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട്, അപ്പൊ കുത്തുകൊണ്ട് മുറിവേറ്റു. മുറിവേറ്റപ്പോൾ അവർ ചോദിച്ചു, ഇനി ഞങ്ങൾ അടുത്തത് എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ലക്ഷ്യസ്ഥാനത്തേക്ക് ഏത് കൊണ്ട് മുറിവേൽക്കണം, മാനസാന്തരം ഉണ്ടാകണം. അപ്പോ ഞാൻ ഈ മൂലപദം ഷോർഷ് എന്നുള്ള ആ അർത്ഥവുമായി ബന്ധപ്പെട്ടാണ് ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നത്. അപ്പൊ ഷോർഷിനെ കുറിച്ചും ഞാൻ ഒരു അധ്യായമോ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് നോക്കിക്കാണണം. അതേപോലെ തന്നെ നമ്മൾ പഠിക്കുന്നത്, ഓക്കെ, ആത്മാവ് വചനത്തെ രൂപപ്പെടുത്തുന്നു എന്ന് പറഞ്ഞൊരു ടൈറ്റിലിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു കാര്യം. അതും നിങ്ങൾ നോക്കുക. അത് കണക്ക് നെഷമ കുറിച്ച് ഞാൻ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട്, അത് നോക്കുക. അതേപോലെ തന്നെ തോറയെക്കുറിച്ചും ഞാൻ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. മൂലപദം യോദ് റേഷ് ഹേ, ഈ 3 യാ റ യാര എന്നുള്ള പദം. അത് കണക്ക് തന്നെ റൂഹയ്ക്ക് ഞാൻ എഴുതിയിട്ടുണ്ട് റേഷ് വാവ് ഹെത്ത് എന്നുള്ള പദം. അപ്പൊ ഈ 3 അക്ഷരം ചേർത്തിട്ടാണ് റുഹാഖ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോ അത് ഞാൻ അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. 2-ാം അധ്യായത്തിലാണ്, നിങ്ങളത് യൂട്യൂബിൽ പോയി കാണണം. അത് അവസാനിപ്പിക്കുന്നത് നമ്മള് ഓക്കെ, തോറയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, യാഹുവെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പറഞ്ഞ് ഞാൻ കഴിഞ്ഞ് അടുത്തത് നമ്മൾ 3-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുവാണ്. അപ്പൊ 3-ാമത്തെ അധ്യായമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ ടൈറ്റിൽ എഴുതിക്കോ, ബാബേൽ ഗോപുരം, ഭാഷ ചിതറിപ്പോയതും മഹത്വം കുറഞ്ഞതും. അപ്പോ നമ്മളിപ്പോ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് 1-ാം അധ്യായം 2-ാം അധ്യായം, അതിൻ്റെ ഒരു സംഗ്രഹമായിട്ടുള്ള ഒരു രൂപത്തെ ഞാൻ ജസ്റ്റ് ഒന്ന് വിശകലനം ചെയ്തേ ഉള്ളൂ. നമുക്ക് ഇനി ആ 3-ാം അധ്യായത്തിന്റെ ആഴത്തിലേക്ക് പോകാം. അപ്പോ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം അതിന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു സംഭവം നടക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഒരു സംഭവം, അല്ലേ? അത് തുടക്കം, ആ അധ്യായം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: ഭൂമി മുഴുവനും ഒരു ഭാഷയും ഒരേ വാക്കുകളുമായിരുന്നു. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ പഠിക്കേണ്ടതാണ്. അന്ന് ഭൂമി മുഴുവൻ ഒരു ഭാഷയും ഒരേ വാക്കുകളുമായിരുന്നു. അന്ന് ഭൂമിയിലുള്ള മനുഷ്യനെല്ലാം ഒരേ സ്ഥലത്ത് കൂടി നിന്നാണ് അവരുടെ സംസ്കാരം രൂപപ്പെടുത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഇത് ഇസ്രായേൽ ജനത്തെ മാത്രമാണ് ഉൾക്കൊള്ളിച്ച് പറയുന്നതൊക്കെ ഉള്ള ഒരുപാട് വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആ വ്യാഖ്യാനങ്ങളൊക്കെ ഇപ്പൊ എല്ലാം തള്ളാം. ഒരുപാട് തരത്തിലുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ കയറി വരാം. കാരണം ഞാൻ നമ്മുടെ ക്ലാസ് റെക്കോർഡിങ്ങിന് മുൻപ്, റെക്കോർഡിംഗ് ഇല്ലാതെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് പലരും എന്നോട് ചോദ്യം ചോദിച്ചിരുന്നു, ഇതിന്റെ അകത്ത് മനുഷ്യന്മാർ, അതായത് ഭൂമിയിൽ ആദ്യത്തെ മനുഷ്യൻ ആദമാണോ എന്നൊക്കെ ചോദിച്ചു. അതിനു മുൻപ് നിയാൻഡർത്താൽ മനുഷ്യൻ എവിടെ ഉണ്ടായിരുന്നു, ഐസ് ഏജ് എന്ന് പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾക്ക് അതൊന്നും അല്ല ഇപ്പൊ പഠിക്കും. നമ്മൾ പഠിക്കുന്ന ഒരു ഫ്രെയിമിൽ നിന്ന്, അപ്പൊ ആ ഫ്രെയിമിൽ ഒതുങ്ങി നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. ആദം സംസാരിച്ചതിന് തെളിവുണ്ടോ, എബ്രായ ഭാഷ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അടുത്ത വർഷം നിങ്ങൾ ഇതിന്റെ ഡീറ്റെയിൽ സ്റ്റഡിയിലേക്ക് പോകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വളരെ ചരിത്രപരമായിട്ടുള്ള സംഗതികളെല്ലാം വെച്ചിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്.
അപ്പൊ അടുത്ത കൊല്ലം നമുക്കത് വിശദമായിട്ട് പഠിക്കാം. പക്ഷെ ഇപ്പോൾ നമുക്ക് നമ്മളുടെ ആ ഫ്രെയിമിൽ നിന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ ഭൂമി മുഴുവൻ ഒരു ഭാഷയും ഒരു വാക്കുകളുമായിരുന്നു. 11-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. ഷിനാർ എന്ന് പറഞ്ഞ ബാബിലോണിയൻ സമതലത്തിൽ ആളുകൾ ഒത്തുകൂടി പറഞ്ഞു, വരൂ, നമുക്ക് ഒരു നഗരവും ആകാശത്തോളം ഉയരമുള്ള ഒരു ഗോപുരവും പണിയാം. നമുക്കായി ഒരു പേരുണ്ടാക്കാം. വരുവിൻ. നമുക്കത് ഞാനതിൻ്റെ ഒരു സ്വതന്ത്ര പരിഭാഷയാണ് ഇവിടെ പറഞ്ഞത്. നിങ്ങളത് ബൈബിളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണും. 4-ാം വാക്യമാണ്. എന്നാൽ ദൈവം ഇറങ്ങി വന്ന് അവരുടെ അഹങ്കാരം കണ്ടു പറഞ്ഞു. അതായത് 11:7, വരുവിൻ, നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കിക്കളയുക എന്ന് അരുളി ചെയ്തു. കാരണം ഈ ബാബേൽ എന്നുള്ള ആ ആശയത്തിലേക്ക് ജനം എത്തിച്ചേർന്നു. നമ്മൾ എങ്ങനെയാണ് അത് കാണുവാൻ കഴിയുന്നത്? ഇതിനു മുൻപ് നടന്ന ഒരു സംഭവമുണ്ട്. 11-ാം അധ്യായത്തിന് മുൻപ് വലിയൊരു സംഭവം ലോകത്ത് നടന്നു കഴിഞ്ഞു. വലിയൊരു കാര്യം നടന്നു കഴിഞ്ഞിട്ടാണ് ഈ 11-ാം അധ്യായം തുടങ്ങുന്നത്. നിങ്ങൾക്ക് അതെന്താണെന്ന് അറിയാമോ? നിങ്ങൾക്കറിയാമോ അതെന്താന്ന്? പ്രളയം. ലോകം ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അതിദാരുണവും ഭീകരവുമായ ഒരു പ്രളയമാണ് അവിടെ കണ്ടത്. വളരെ വളരെ ദാരുണവും അത് നശിപ്പിച്ചു കളഞ്ഞു. അതായത് ഭൂമിക്ക് ഉണ്ടായിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു, ദൈവം സൃഷ്ടിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അത് മനുഷ്യൻ പാപം ചെയ്തപ്പോൾ കുറച്ചും കൂടി അതിനിത് ഒരു എന്താ പറഞ്ഞ, ആ രൂപത്തിനും ഭാവത്തിനും ഒക്കെ മാറ്റം വന്നു. പിന്നെയും മനുഷ്യന്റെ പാപം വർദ്ധിച്ചു കൊണ്ടിരുന്നു. മനുഷ്യന്റെ പാപം എങ്ങനെ വർദ്ധിച്ചു? ദൈവം ആഗ്രഹിക്കാത്ത തരത്തിലൂടെ ഉള്ള പാപങ്ങളെല്ലാം കടന്നുപോയി. അതിനെക്കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻസ് എല്ലാം നിങ്ങൾ ഈ ബൈബിളിന്റെ ഈ അധ്യായം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ അങ്ങനെ പാപം ചെയ്ത് വളരെ നശിച്ചു പോയ ഒരു ജനത്തെ മൊത്തം നശിപ്പിച്ച്, ന്യായവിധിയിലൂടെ നശിപ്പിച്ച്, അത് കഴിഞ്ഞ് അതിലൂടെ രക്ഷപ്പെട്ടു വന്ന ഒരു തലമുറയിലൂടെ ഒരു വലിയൊരു തലമുറ അവിടെ രൂപപ്പെട്ടു. നോഹയുടെ മക്കളിലൂടെ ഒരു വലിയൊരു തലമുറ അവിടെ രൂപപ്പെട്ടു. അത് കാരണം വെച്ചാൽ ഈ തലമുറ രൂപപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇതിന്റെ ആർക്കിയോളജിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി മാപ്പൊക്കെ വെച്ച് നിങ്ങൾ പഠിക്കണം. ഈ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യന്മാർ എങ്ങനെയാണ്, എത്രമാത്രം ആയുസ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകും. ആദാം ആരെയാണ് അവസാനം കണ്ടത്? പറയാമോ? ആർക്കെങ്കിലും പറയാമോ? ആദാം അവസാനം ആരെയാ കണ്ടത്? പ്രളയത്തിനു മുൻപുള്ള, നോഹയ്ക്ക് മുൻപേ ഉള്ള മനുഷ്യനെ വരെ കണ്ടു. അൻസമ്മ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഓക്കെ, ബെഡ് റെസ്റ്റ് ആണ്. കിടന്നു. ഓക്കെ ഓക്കെ. ലാമാക്കൻ, അതെ, കറക്റ്റ്. അപ്പൊ ആ കാലഘട്ടത്തിൽ മനുഷ്യന്റെ ആയുസ് വളരെ വളരെ ദീർഘമായിരുന്നു. അത് കഴിഞ്ഞ് നോഹയുടെ മക്കള് ഭൂമിയിൽ വന്നു, അവർ പെരുകി, അവരിലൂടെ അനേകം ജാതികൾ രൂപപ്പെട്ടു. അങ്ങനെ അവർ ദൈവത്തിനു മുകളിലേക്ക് കടക്കുവാനുള്ള ആശയവുമായിട്ട് ബന്ധപ്പെട്ട് അവർ വളർന്നുകൊണ്ടിരുന്നു. അങ്ങനെ വളർന്നു കൊണ്ടിരുന്നപ്പോൾ ആ സ്ഥലം ബാബേൽ എന്നുള്ളൊരു സ്ഥലത്തിന്റെ കീഴിൽ ആണ് അവിടെ അവരൊത്തുകൂടി ദൈവത്തിനെതിരായിട്ട് ഒരു വലിയൊരു ഗോപുരം അവിടെ പണിതു. ഈ ഗോപുരത്തിനൊക്കെ വളരെ വലിയ ആഴമുള്ള ആത്മീയ അർത്ഥമുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ആ സ്ഥലത്തിന് ബാബേൽ എന്ന് പേരിട്ടു. ഈ ബാബേൽ എന്നുള്ള പേരെന്ന് പറഞ്ഞാൽ ബലാൽ എന്നുള്ള മൂലപദത്തിൽ നിന്നാണ് ബാബേൽ എന്നുള്ള ആശയം രൂപപ്പെടുന്നത്. ബലാൽ, ബ ല ല,
ബലാൽ. അതായത് ബെയ്ത്ത് ലമേത് ലമേത് എന്ന് പറഞ്ഞ മൂന്നക്ഷരത്തിൽ നിന്നാണ് ബാബേൽ, അതായത് ബെയ്ത്ത് ലമേത് ബെയ്ത്ത്, ബാബേൽ. അതായത് ഞങ്ങൾ നേതൃത്വം നൽകും, ഞങ്ങളുടെ ഭവനം, ഞങ്ങളുടെ മാത്രമായിട്ടുള്ളതിനെ ഞങ്ങൾ 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 എന്ന് പറഞ്ഞ ഒരു 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 ഏകീകൃതമായ സ്വാർത്ഥമായ നിഷേധപരമായിട്ടുള്ള ഒരു ആശയമാണ് അതിൽ രൂപപ്പെടുന്നത്. അതായത് ഞങ്ങൾക്ക് ദൈവത്തെ വേണ്ട, ഞങ്ങൾക്ക് ദൈവത്തിന്റെ വാക്കുകളെ വേണ്ട, ഞങ്ങളെ അധികാരം, ഞങ്ങളുടെ മുകളിലുള്ള അധികാരം ആരും വേണ്ട, ഞങ്ങളെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള വലിയൊരു ധാർഷ്ട്യ മനോഭാവമുള്ള ഒരാശയമാണ് ബാബേൽ. ആ ബാബേലിന്റെ ആ ആ ബലാൽ എന്നുള്ള ആ മൂലപദത്തിലാണ് ബാബേൽ എന്നുള്ള രൂപം വന്നിരിക്കുന്നത്. വളരെ പൈശാചികത്വം നിറഞ്ഞ ഒരു അവസ്ഥയായിരുന്നു അത്. ഈ ഞങ്ങൾ 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 എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ എല്ലാവരും ഒരുമിച്ച്, അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നമ്മുടെ സ്നേഹത്തിന്റെ കീഴിൽ, പക്ഷെ അത് സ്വാർത്ഥതയാണ്. ഞങ്ങളല്ല, അവിടുന്ന് അവിടുന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളൊന്നുമില്ല, ഞങ്ങൾ ഏതുമില്ല, അവിടുന്നാണ് ഞങ്ങളെ പുലർത്തുന്നത്. കാരണം നമ്മുടെ അസ്തിത്വത്തെ മറന്നുകൊണ്ടാണ് നമ്മൾ എവിടുന്ന് വന്നു, നമ്മൾ ആരിൽ നിന്ന് വന്നു, എവിടുന്നാണ് നമ്മൾ കണക്ട് ചെയ്യപ്പെട്ടത്, അത് മുറിച്ചു മാറ്റി അതിൽ നിന്നും അകന്ന് അതിനെ ധിക്കരിക്കുന്ന, അതിനെ ചോദ്യം ചെയ്യുന്നവരായിട്ട് ബാബേൽ മാറും. അതൊക്കെയാണ് അതിന്റെ ഏറ്റവും മൂലമായ അർത്ഥങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ബാബേലല്ല നമ്മുടെ ചിന്താവിഷയം, നമുക്ക് എബ്രായ ഭാഷയാണ് നമ്മുടെ ചിന്താവിഷയം. അങ്ങനെ ബാബേൽ എന്ന ആ സ്ഥലത്ത് ദൈവം ഭാഷയെ തകർത്തു, ജനതകൾ ചിതറി. അങ്ങനെ ദൈവം അവിടുത്തെ ആ ആ പറഞ്ഞിരിക്കുന്ന അവസ്ഥകളെ മുഴുവൻ ചിതറിച്ചു. മനുഷ്യർ വിഭാഗിക്കപ്പെട്ടു, തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നത് എന്താണെന്നറിയാതെ അവർ ചിതറിപ്പോയി. പക്ഷെ ദൈവം ഭാഷയെ ചിതറിച്ചത് എന്തുകൊണ്ട്? അതിന് പിന്നിലുള്ള ആശയത്തെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഒന്ന്, ദൈവിക വിന്യാസമില്ലാതെ മനുഷ്യ ഐക്യം അപകടകരമാകുന്നു. അതായത് ദൈവ സാന്നിധ്യമില്ലാതെ, ദൈവത്തിന്റെ ആശ്രയമില്ലാതെ, ദൈവത്തിന്റെ ആ ചിറകിന്റെ മറവിൽ നിന്ന് ഒതുങ്ങി നിൽക്കേണ്ട മനുഷ്യകുലം അതിൽ നിന്നും തട്ടിമാറ്റി, ആ ചിറകിനെ തട്ടിമാറ്റി മുന്നോട്ട് പോയതായിരുന്നു ഏറ്റവും അപകടകരമായ അവസ്ഥ. അത് ഞങ്ങൾ എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് വന്നു. ഇത് തന്നെ ആയിരുന്നു മൂന്നിൽ ഒരു ഭാഗത്തെ ഒരു വ്യക്തി സ്വർഗത്ത് വെച്ച് പറഞ്ഞു പറ്റിച്ചത്. നമുക്ക് കേറാം, നമുക്ക് ഉന്നതഗിരിയിൽ കയറാം, സിംഹാസനത്തിന് മുകളിലേക്ക് നമ്മുടെ രാജ്യം പണിയാം എന്നുള്ള ഒരു ചിന്ത ഒരു വ്യക്തിക്ക് വന്നു, വെട്ടിത്തറയിട്ടു. ഇതേപോലൊരു ആശയമാണ് അന്ന് നേതൃത്വം കൊടുത്ത നിമ്രോദിനുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നിമ്രോദിനെ നോക്കി ദൈവം വിളിച്ചത് മനുഷ്യനെ വേട്ടയാടി പിടിക്കുന്നവൻ, ആദ്യത്തെ വേട്ടയാടി പിടിക്കുന്ന, ദ ഫസ്റ്റ് ഹണ്ടർ എന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ നമ്മൾ ഹണ്ടർ എന്ന് പറയുമ്പോൾ, ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അങ്ങനെ പോയി കാട്ടിൽ പോയി കുറച്ച് മൃഗങ്ങളെയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. അല്ല, മനുഷ്യരെയാണ് വേട്ടയാടി പിടിച്ചിരുന്നത്. മനുഷ്യരെ വേട്ടയാടി പിടിച്ചെന്ന് മാത്രമല്ല, ആ മനുഷ്യരെ എല്ലാ തരത്തിലുള്ള ലൈംഗിക വൈകൃത്യങ്ങൾക്കും ഉപയോഗിക്കുന്നു, എല്ലാ തരത്തിലുള്ള മ്ലേച്ഛമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അവസാനം നരബലി പോലെയുള്ള വലിയ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അത്രയ്ക്കും ക്രൂരനായ ഒരു വ്യക്തിയായിരുന്നു. അതിന്റെ പിന്നിലൊക്കെ നമുക്ക് നിമ്രോദിനെ കുറിച്ചൊക്കെ വളരെ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അവിടുന്നാണ് മതങ്ങളുടെ ഉൽപ്പത്തി വരുന്നത്. അവിടുന്നാണ് വിഗ്രഹ ആരാധനയുടെയും ആൾ ദൈവത്തിന്റെയും പഠനങ്ങൾ രൂപപ്പെടുന്നത്. വളരെ ആഴത്തിൽ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ദൈവികമായ സാന്നിധ്യമില്ലാതെ മനുഷ്യ ഐക്യം അപകടകരമാകുന്നു. അല്ലാതെ ദൈവികമായ വിന്യാസമില്ലാതെ, അത് ദൈവമാണ് നമ്മളെ ആ
വികസിപ്പിക്കേണ്ടത്. ദൈവമാണ് നമ്മളെ വിസ്തൃതമാക്കേണ്ടത്. അതില്ലാതെയുള്ള നമ്മളുടെ വിന്യാസം എപ്പോഴും അപകടത്തിലാണ് പോകുന്നത്. അവർക്ക് ഒരു കാര്യമുണ്ടായിരുന്നു: ഒരു ഭാഷ, ഒരു സ്ഥാനം, ഒരു അഭിലാഷം. എന്നിട്ട് അവരെന്താണ് പറഞ്ഞതെന്നറിയാമോ? നമുക്കൊരു പേരുണ്ടാക്കാം. ഈ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ചിക്കും, ഓക്കെ, മനുഷ്യന്മാർ ഒരുമിച്ച് നിൽക്കുന്നത് നല്ലതല്ലേ, ഐക്യം തന്നെ തിന്മയായിരുന്നില്ല, അതൊരു തിന്മയല്ല. പക്ഷെ അവിടെ ദൈവമില്ല എന്നുള്ള ഒരു കാര്യമുണ്ടായിരുന്നു. എന്നാൽ ദൈവമില്ലാത്ത ഐക്യം ലക്ഷ്യത്തിലല്ല, അഹങ്കാരത്തിൽ പ്രചോദിതമായ വിഗ്രഹ ആരാധനയിലേക്ക് നയിക്കുന്നു. പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തില് വളരെ വ്യക്തമായിട്ട് അത് നല്ലതുപോലെ വ്യാഖ്യാനിക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഭാഗമാണ്. ഞാൻ നമ്മളത് പറയാൻ ഉദ്ദേശിച്ചതല്ല, പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് അത് കടന്നു വന്നതുകൊണ്ട് ഞാൻ പറയാം. ഈ 1-ാം അധ്യായത്തില് ഈ 24-ാമത്തെ വാക്യം, അതിന് തൊട്ട് മുൻപില് അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ, കണ്ടോ, തങ്ങളുടെ നിരൂപണങ്ങളിൽ, കാരണം അവിടെ അവർ ദൈവത്തെ അറിഞ്ഞു, ദൈവത്തെ അറിയാവുന്ന മനുഷ്യരാണ്, ദൈവത്തെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അവർ തലമുറകളായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് കേട്ടിട്ടും അത് ഓർത്ത് ദൈവത്തെ മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ അവരുടെ വ്യർത്ഥമായ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. വളരെ ആഴത്തിൽ അർത്ഥം ഉള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതുപോലെ അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ, ഇത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ലോകത്തിലും കാണുന്നത്. പല ആൾക്കാരും ദൈവം ഇല്ല എന്ന് പറഞ്ഞ് യൂട്യൂബിലും അതേപോലെ തന്നെ വലിയ വലിയ സദസ്സുകളും ഒക്കെ വലിയ വലിയ സമ്മേളനങ്ങളാണ് ഇപ്പോൾ പങ്കെടുപ്പിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ എൻ്റെ ചെറിയ കാലഘട്ടത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് യുക്തിവാദ സംഘം എന്ന് പറഞ്ഞാൽ ഞാനും ഒരു കാലഘട്ടത്തിൽ അതിൻ്റെയൊക്കെ ഒരു അംഗമായിരുന്നു. കൊല്ലം ജില്ലയിൽ ഐ വാസ് റിഗ്രറ്റിംഗ് ദോസ് ഡേയ്സ്. ഞാൻ ആ കാലഘട്ടത്തെ വളരെയേറെ ദുഃഖിക്കുന്നു. പക്ഷെ ഞാൻ ഒരുപാട് കാര്യത്തിൽ ഞാൻ ഇപ്പോൾ സന്തോഷിക്കുന്നു. ദൈവമേ, ആ തീയിൽ നിന്നൊക്കെയാണ് എന്നെ ദൈവം പിടിച്ചെഴുന്നേൽപ്പിച്ചതെന്ന് ഓർത്ത്, അവിടുന്ന് എനിക്ക് വരാൻ കഴിഞ്ഞല്ലോ എന്നോർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കാരണം ആ ഒരു കാലഘട്ടം, അതായത് ഒരു 90കളുടെ ആരംഭം അല്ലെങ്കിൽ 90കളുടെ ഒരു മിഡിലൊക്കെ ആയപ്പോ ഏകദേശമൊക്കെ അതിൻ്റെ പ്രഗത്ഭന്മാരും അതിൽ ശക്തിമാന്മാരുമായിട്ട് നിന്നിരുന്ന പല ആൾക്കാരും ക്ഷയിച്ചും തളർന്നും ഒക്കെ അങ്ങ് വീണു. ആ പ്രസ്ഥാനം തന്നെ കേരളത്തിൽ ഇല്ല എന്നൊരു ബോധ്യം വന്നു. എങ്ങുന്നോ എവിടുന്നോ എനിക്കറിയത്തില്ല. വർഷങ്ങൾക്ക് ശേഷം 2010 അല്ലെങ്കിൽ 2010 അവസാനം മുതൽ വീണ്ടും ഇത് കേരളത്തില് വളരെ ശക്തി പ്രാപിക്കുന്നു. ഇപ്പോൾ വളരെ വളരെ ശക്തി പ്രാപിക്കുന്നു. ദൈവമില്ല എന്ന് പറയുന്ന എത്രയോ യുവാക്കള് ഉണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ വളരെ ദുഃഖകരമായിട്ട് പറഞ്ഞോട്ടെ. ഈവൻ പെന്തക്കോസ് വിശ്വാസം എന്ന് പറയുന്നവരുടെ വീട്ടിൽ പോലും യുക്തിവാദികൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇത് എങ്ങോട്ടാണ് ഇത് നയിക്കുന്നത്? എന്താണ് ഈ ഒരു ദിശാബോധം എന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു ലൈൻ ഓർക്കണം. എന്തായിരുന്നു? ദൈവത്തെ അറിഞ്ഞിട്ടും അറിയേണ്ടതുപോലെ ദൈവത്തെ മഹത്വീകരിക്കുകയോ നന്ദി പറയോ അല്ലെങ്കിൽ ദൈവത്തിന്റെ കൃപാവരങ്ങളെ മനസ്സിലാക്കുകയോ ചെയ്യാത്ത ഒരു കാലഘട്ടം തുറന്നു കഴിഞ്ഞു. നമ്മൾ വളരെ കെയർഫുൾ ആകേണ്ട ഒരു കാലഘട്ടമാണ്. നിങ്ങളത് താഴോട്ട് വായിച്ചു നോക്കുമ്പോൾ ഇതിന്റെ ഫുൾ ഡെപ്തിലുള്ള അർത്ഥം കിട്ടും. കാരണം നമ്മുടെ ആശയം റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിന്റെ ഈ ഒരു ഇതല്ല. അതുകൊണ്ട് ഞാൻ അവിടുന്ന് നമ്മൾ പോകുന്നു. ഞാൻ എന്തായാലും ജസ്റ്റ് പറഞ്ഞു, നിങ്ങളത് നോക്കുക, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, അത് നോക്കുക. എന്നാൽ ദൈവമില്ലാത്ത ഐക്യം ലക്ഷ്യത്താലല്ല, അഹങ്കാരത്തിൽ പ്രചോദിതമായി വിഗ്രഹ ആരാധനയിലേക്ക് നയിക്കുന്നു. അവർക്ക് ദൈവത്തിൽ എത്താൻ ആഗ്രഹമില്ലായിരുന്നു.
അവർ അവനെ മാറ്റി സ്ഥാപിക്കാൻ ആഗ്രഹിച്ചു. ദൈവത്തെ മാറ്റി സ്ഥാപിക്കാനായിട്ടാണ് മനുഷ്യൻ ഇന്നും ഇന്നും അവന്റെ ശാസ്ത്രബോധം, അവന്റെ സാമൂഹ്യ ബോധം, അവന്റെ സിവിക്കൽ ആയിട്ടുള്ള ബോധം കൊണ്ട് മാറ്റി സ്ഥാപിച്ച് മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള ആശയത്തിലോട്ട് പോകുവാനായിട്ടാണ് ഇന്നും മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. അതിന് ഒരു ഘടകം തന്നെയാണ് AI എന്ന് പറഞ്ഞ നിർമ്മിത ബുദ്ധി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതും ഒരു ഒരു നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ AI കുറിച്ച്, നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ വളരെ ഗുണപരമായ ഒരുപാട് കാര്യങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും അതിന് ഒരുപാട് ദോഷവശങ്ങളുണ്ട്. അത് വരാൻ പോകുന്ന അടുത്ത കാലഘട്ടത്തിൽ തലമുറകൾ അതിന്റെ തിക്തഫലം അനുഭവിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇപ്പോൾ പ്രിയപ്പെട്ട ഒരുപാട് പേര്, ഞാൻ ഉൾപ്പെടെ എന്ന് വെച്ചാൽ ഞാനത് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഫോട്ടോ എടുത്ത് അത്യാവശ്യം ഒന്ന് മിനുക്കി തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇരുണ്ടുപോയ ചില പടങ്ങളൊക്കെ അത് നമ്മളിപ്പോ എല്ലാവരും തമാശക്ക് ചെയ്യുന്നതാണ്. പക്ഷെ ഈ തമാശക്ക് ചെയ്യുന്ന കാര്യങ്ങൾ അവർ പഠിക്കുവാണ്. ഓരോ ഇമേജസ് കിട്ടുമ്പോഴും ആ ഇമേജ് എപ്പോ എടുത്തു, ആരെടുത്തു, എവിടുന്ന് എടുത്തു, ഏത് ലൈറ്റിലെടുത്തു, അതിന്റെ പിന്നിലുള്ള ഏത് മൊബൈൽ വെച്ചെടുത്തു, അതിന്റെ കളർ എന്തായിരുന്നു, അതിന്റെ നിറം എന്താണ്, മനുഷ്യൻ എവിടെ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതിനെല്ലാം അവർ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് പേശികളുടെ ചലനമാണ്. AIക്ക് ഇപ്പോഴും നൽകാൻ പറ്റാത്തൊരു കാര്യമുണ്ട്, ഈ പേശികളുടെ ചലനം. കാരണം AIയിൽ ഉണ്ടാക്കുന്ന വീഡിയോക്ക് ഈ പേശികളുടെ ചലനം അത്രയ്ക്കും അങ്ങോട്ട് ക്ലിയർ അല്ല. അത്ര അവരിങ്ങനെ എല്ലാവരും പാവക്കുട്ടി വന്ന് നിന്ന് കാര്യങ്ങൾ പറയുന്ന കണക്കാണ് ഇന്ന് AIയുടെ വീഡിയോ ഉണ്ടാക്കി തരുന്നത്. ഇനി വളരെ അടുത്ത് തന്നെ പേശികളുടെ ചലനവും പേശികളിലുള്ള ഇതുമൊക്കെ നമുക്ക് കാണുവാൻ പറ്റും. വളരെ വളരെ പേടിക്കേണ്ടിരിക്കുന്നു. അപ്പൊ ഈ പേടി എന്ന് പറയുന്നത് എങ്ങോട്ട് പോവാന്ന് പറഞ്ഞാൽ ഞാൻ വ്യക്തമായിട്ട് പറയാം. ഇത് കണക്ട് ചെയ്ത് പോകുന്നത് അവസാനം ഒരു സംഭവം നമ്മുടെ കയ്യിലോ തലയിലോ നമുക്കൊരു കോഡിംഗ് വരാനുള്ള അതിൻ്റെയൊക്കെ അടുത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ കോഡിങ്ങിലേക്ക് പോകാൻ, ഈ നമ്മുടെ വിഷയം ഇതല്ലാത്തതുകൊണ്ട് ഞാൻ അറിയാണ്ട് തെന്നിപ്പോവാണ്. അതിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കണം. വളരെ ഭയാനകമായിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ്. ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, കോൺഷ്യസ് ആയിട്ട്, അതായത് അറിവ്, ആ ഒരു ബോധം നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഞാൻ പറയുന്നത്. ഓക്കെ, കാരണം ഞാൻ ബാബേൽ പഠിപ്പിച്ചപ്പോൾ ഇതെല്ലാം കയറി വരുന്നു. കാരണം മറ്റൊരു ബാബേൽ വരാൻ പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അത് വലിയൊരു ചിന്തയാണ്. നമ്മൾ ക്ലാസ്സിൽ നമുക്കത് നമ്മൾ നിർത്തി നമ്മൾ ഭാഷയിലോട്ട് കയറാൻ പോവാം. നമ്മൾ ഈ ബാബേലിനെ കുറിച്ച് ഒന്ന് ചെറുതായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ നേരെ നമ്മുടെ ലാംഗ്വേജിലേക്ക്, വിശുദ്ധമായ ഭാഷയിലേക്ക്, നൈർമല്യമായ നമ്മുടെ യഹോശുവ സംസാരിച്ച് നമ്മുടെ ദൈവം മനുഷ്യനോട് അവനെ കെട്ടിപ്പിടിച്ച്, ഒരു കുഞ്ഞിനെ നമ്മൾ കെട്ടിപ്പിടിച്ച് ആ കുഞ്ഞിനെ നമ്മൾ മുത്തം കൊടുക്കുന്നത് പോലെ നമുക്ക് തന്ന ആ ദൈവത്തിന്റെ ശ്വാസത്തിൽ ജനിച്ച ഭാഷയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അതിനാൽ ദൈവം അവരെ ചിതറിച്ചു, ശിക്ഷിക്കാനല്ല സംരക്ഷിക്കാനാണ്. പലപ്പോഴും നമ്മൾ കരുതിയെന്ന് പല കാര്യങ്ങളുണ്ട്. ദൈവം അങ്ങ് ശിക്ഷിച്ചങ്ങ് നശിപ്പിച്ച് ഒരിക്കലും ചെയ്യത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു തെറ്റ് ചെയ്താൽ നമ്മൾ ആ കുഞ്ഞുങ്ങളെ അടിച്ച് പൊട്ടിച്ച് കൊന്നുകളയോ? ഇല്ലല്ലോ. നമ്മൾ ചിലപ്പോൾ ഒരു അടി കൊടുത്താലും അവന്റെ ആ കാലിലെ ആ തിണർപ്പ് കാണുമ്പോൾ ഇല്ലേ, നമ്മുടെ ഹൃദയം പൊട്ടിപ്പോകും. ഓഹ്, ഞാൻ ഇത്രയ്ക്കും ദുഷ്ടനായിരുന്നു എന്ന്. നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ചെറിയൊരു അടിയാവും, പക്ഷെ അവന്റെ ശരീരത്തിലെ തിണർപ്പ് കാണുമ്പോൾ നമ്മുടെ ഹൃദയം അങ്ങ് പൊട്ടും. ഓ ദൈവമേ, ഞാൻ ഇത്രയ്ക്കും അങ്ങ് ക്രൂരനായോ. ഇതാണ് ദൈവത്തിന്റെ സ്വഭാവം. നിങ്ങളുടെ സ്വഭാവം എങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ മഹാപരിശുദ്ധനും നിത്യനും അനാദിക്ക് മുൻപേ ഉണ്ടായിരുന്നതും രാജാതി രാജാവും നീതിമാനും അക്ഷയനായ ഈ ദൈവത്തെ ഒന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എത്രമാത്രം ആ ദൈവത്തിന്റെ ഹൃദയം പൊടിയുന്നുണ്ട്, വേദനിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവും. സ്നേഹത്താൽ പണിഞ്ഞ് എടുത്തിട്ട് നമുക്ക് വാക്കുകളില്ല ദൈവത്തെക്കുറിച്ച് പറയാൻ. കാരണം സ്നേഹത്തിന്റെ ആഴമാണ്. എന്നാൽ നീതിമാനാണ് എന്നുള്ളൊരു കാര്യം ഞാൻ മുന്നോട്ടും വെക്കുന്നു. ദൈവം നീതിമാനാണ്. ആ നീതിമാനായ ഒരു ന്യായാധിപനും കൂടിയാണ്.
ലോകം ഒരു ആഗോളവൽക്കരിക്കപ്പെട്ട കലാപത്തിൽ തകർന്നു വീഴുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ദൈവം അവരെ അന്ന് ചിതറിപ്പിച്ചത്. ഇവര് പറഞ്ഞു ഞങ്ങൾ ഒറ്റയ്ക്ക് അങ്ങ് പണിഞ്ഞ് ഒറ്റയ്ക്ക് അങ്ങ് നിന്ന് ഒറ്റയ്ക്ക് അങ്ങ് ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞെങ്കിലും അന്ന് അവിടെ ഒരു വലിയ കലാപത്തിൽ ഈ സകല മനുഷ്യകുലവും തകർന്നു പോകാതിരിക്കാനായിട്ടാണ് ദൈവം അവരുടെ ഭാഷയെ ചിതറിപ്പിച്ചത്. ഈ ഭാഷയെ ചിതറിപ്പിച്ചതോടു കൂടി എന്തു മനസ്സിലായി? ഓക്കെ, ഒരു കാര്യം കൂടെ ഞാൻ പറയാം. അപ്പൊ ആദം ഹവ അവർക്ക് 2 മക്കള് എന്ന് നമ്മൾ ബൈബിൾ വചനം കാണുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഹാബേൽ മരിക്കപ്പെടുന്നു. അത് കഴിഞ്ഞ് ആര് വരുന്നു? മറ്റൊരു മകൻ വരുന്നു. നമുക്ക് അവിടെ കാണുവാൻ കഴിയും ആ മകൻ എന്താ ചെയ്തേ? യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങിയെന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഇതിന്റെ എല്ലാ മധ്യത്തിലും ഒരു ശേഷിപ്പ് ദൈവം എപ്പോഴും കണ്ടെത്തുന്നുണ്ട്. അതായത് ഈ ഭൂമിയുടെ സന്തുലിത അവസ്ഥ മാറി, മനുഷ്യന്റെ ഹൃദയം മാറി, മ്ലേച്ഛതയിലേക്കും മൃഗീയതയിലേക്കും ഒക്കെ മാറുമ്പോഴും ദൈവത്തിന്റെ ഈ ഭൂമിയിൽ ഊടാടിക്കൊണ്ടിരിക്കുന്ന ഒരിക്കലും വിശ്രമിക്കാതെ ഊടാടിക്കൊണ്ടിരിക്കുന്ന കണ്ണ് തന്റെ ഭക്തരിലേക്ക്, നീതിമാന്മാരായ മനുഷ്യനിലേക്ക് ദൈവത്തിന്റെ കണ്ണ് പതിയുന്നുണ്ട്. ആ പതിയുന്നത് കൊണ്ടാണ് നമ്മളും ഒരു ശേഷിപ്പായിട്ട് മാറുന്നത്. അപ്പോ നമുക്ക് ആദ്യത്തെ പോയിന്റ് നമ്മൾ ചിന്തിച്ചു, ദൈവിക വിന്യാസമില്ലാത്ത മനുഷ്യന്റെ ഐക്യം അപകടകരമാകുന്നു എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്നാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. അടുത്ത ചിന്ത എന്ന് പറയുന്നത് ഒരു ഭാഷയിൽ നിന്നും പലതിലേക്ക് രാഷ്ട്രങ്ങളുടെ ജനനം. രണ്ടാമത്തെ പോയിന്റ്, ഭാഷയുടെ ചിതറിപ്പോക്കൽ ഇതിലേക്ക് നയിച്ചു. ഈ ചിതറിപ്പോക്കലിലൂടെ എന്തൊക്കെ സംഭവിച്ചു? വൈവിധ്യമാർന്ന സംസ്കാരങ്ങൾ, ഗോത്ര സത്വങ്ങൾ, ഭൂമിശാസ്ത്രപരമായ പ്രസ്ഥാനങ്ങൾ, വിവർത്തകർ, വ്യാഖ്യാതാക്കൾ, അധ്യാപകർ, പ്രവാചകന്മാർ എന്നിവരുടെയൊക്കെ ആവശ്യം ഈ ചിതറിപ്പോയ സംസ്കാരത്തിലൊക്കെ രൂപപ്പെട്ടു. ഞാൻ വളരെ വിശാലമായ ഒരു ക്യാൻവാസിൽ ഇതെല്ലാം പറയേണ്ടതാണ്. കാരണം നമുക്ക് അങ്ങനെ ഒരു ചരിത്രത്തിന്റെ വളരെ ഒരു ക്യാൻവാസിൽ നിന്ന് പറയേണ്ട കാര്യങ്ങളല്ല. നമുക്ക് വേണ്ടുന്നത് നമ്മളുടേതായിട്ടുള്ളൊരു കാര്യത്തിലേക്കായിട്ടാണ് ഞാൻ വളരെ ഒതുക്കി മിനിമൽ വാക്കുകളിൽ നിർത്തി ഞാൻ പറഞ്ഞത്. വിവിധങ്ങളായ സംസ്കാരങ്ങൾ ഉടലെടുക്കപ്പെട്ടു. ഗോത്ര സമത്വങ്ങൾ, സത്വങ്ങൾ, രൂപങ്ങൾ, ഭാവങ്ങളൊക്കെ ഉടലെടുക്കപ്പെട്ടു. അത് നിങ്ങൾ ഓരോ സംസ്കാരങ്ങളെയും പറ്റുമെങ്കിൽ നിങ്ങളുടേതായ ഒരു പഠനത്തിൽ നിങ്ങൾ ഓരോ സംസ്കാരത്തെക്കുറിച്ചും മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. അപ്പൊ അതിനകത്ത് ഗോത്ര സമത്വങ്ങൾ, ഭാഷാപരമായിട്ടുള്ള വൈവിധ്യങ്ങളെല്ലാം രൂപപ്പെട്ടു. ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾ രൂപപ്പെട്ടു. വിവർത്തകർ, വ്യാഖ്യാതാക്കൾ എല്ലാം ഈ ഒരു ചിതറിപ്പോക്കിലേക്ക് വന്നു. എല്ലാ ഭാഷകളിലും ഇപ്പോൾ യഥാർത്ഥ ദിവ്യ ശബ്ദത്തിന്റെ ഒരു ഭാഗം ഉണ്ടായിരിക്കുന്നു. എന്ന് വെച്ചാൽ ഇപ്പോ നമ്മുടെ ഇന്ത്യയിൽ എത്ര ഭാഷയുണ്ട്? പറയൂ, ആരെങ്കിലും ഒരാൾ ഒരു ഉത്തരം പറയൂ. ഇടയ്ക്ക് നമ്മൾ വളരെ ചെറിയ ക്ലാസ് ആണ്, ഇപ്പോൾ 100 പേരൊന്നും ഇല്ല. അപ്പൊ നിങ്ങൾക്ക് പറയാം ഉത്തരം. തെറ്റിയാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ തിരുത്തി തരാം. 18 ഭാഷയാണ് സാറേ. ഇന്ത്യയിലോ? ഒരുപാട് ഭാഷകളുണ്ട്. എത്രയാണെന്ന് അറിയത്തില്ല. 2200-ൽ ഭാഷകൾ ഉണ്ടെന്നാണ് തോന്നുന്നത്. എക്സാക്ട്ലി 2000. ഈ ലിപി ഉള്ളത് തന്നെ ഏതാണ്ട് 1500 2000 അടുപ്പിച്ചാണ് വരും. ലിപി ഉള്ളത് തന്നെ. ലിപി ഇല്ലാത്ത എത്രയോ ഭാഷയുണ്ട്. നമ്മുടെ നാട്ടില്. നോക്കൂ, നമ്മുടെ കേരളത്തില് നമ്മള് മംഗലാപുരം കഴിഞ്ഞ് നമ്മൾ ആ ബോർഡർ കടക്കുന്ന അവിടെ മുതൽ, കാസർഗോഡിന്റെ ബോർഡർ മുതൽ നമ്മൾ ഇങ്ങ് അറ്റത്ത് ഏറ്റവും അവസാനം കന്യാകുമാരിയിൽ നിങ്ങൾ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കന്യാകുമാരി പോയി കഴിഞ്ഞാല് അവിടെ എൻഡ് എന്ന് പറഞ്ഞ് ഒരു സാധനം എഴുതി കാണിക്കുന്നുണ്ട്. അത് ട്രെയിൻ വന്ന് നിൽക്കുന്നത് അവിടെയാണ്. അവിടം വരെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മലയാളം സംസാരിക്കുന്നത്, പക്ഷെ വ്യത്യസ്തമായ ഡയലക്റ്റുകളിലാണ് സംസാരിക്കുന്നത്. ഞാനിപ്പോ സാലി സഹോദരിയുടെ അവിടെ വന്നു കഴിഞ്ഞിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ചില വാക്കുകൾ പോലും നിങ്ങൾക്ക് പിടികിട്ടും.
അതേപോലെ തന്നെ ആ, ഞാൻ നേരെ സുമയുടെ അടുത്തേക്ക് പോന്നു, കോഴിക്കോട്. അവിടെ പോയി സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവാത്ത എത്രയോ കാര്യങ്ങൾ അവിടുന്ന് സംസാരിക്കുന്നത് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. മലയാളമാണ് സംസാരിക്കുന്നത്, പക്ഷെ പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ ഇത്രയും വൈവിധ്യമുണ്ടെങ്കിൽ അപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്ത് എത്ര വൈവിധ്യമുണ്ട്, അപ്പൊ ലോകത്ത് എത്ര വൈവിധ്യമുണ്ട്. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കി, എത്ര വൈവിധ്യമാർന്ന ഭാഷകളുടെ സമന്വയമാണ് ഈ ലോകമെന്ന്. അപ്പോ ഈ സമന്വയത്തിൽ നിന്നെല്ലാം നമ്മൾ ഒരു കാര്യത്തിലോട്ട് വീണ്ടും കേന്ദ്രീകരിക്കുന്നുണ്ട്, അല്ലേ? നമ്മൾ ദൈവത്തെ വിളിക്കാൻ നമ്മളൊരു, അല്ലേ, നമ്മൾ വളരെ വ്യത്യസ്തമായ ഭാഷയിൽ ഉള്ള ആൾക്കാർ സംസാരിക്കുകയാണെങ്കിൽ അവസാനം ആ ഭാഷയുടെ ഭാഷയെല്ലാം വന്ന് നിൽക്കുന്ന എവിടാന്നറിയാമോ? ഞാൻ യഹോശു എന്ന് വിളിക്കും, വേറെ ദൈവത്തില് വേറെ ഒരാളെ യേശുവാന്ന് വിളിക്കും, അല്ലേ, വ്യത്യസ്തമായ മഹാപ്രഭു, അങ്ങനെ വളരെ 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 എല്ലാവരും വിളിക്കുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള അവരുടേതായിട്ടുള്ള ഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം ഒരു ആത്മാവിനെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഷ ചിതറിക്കപ്പെട്ടു, ലഷോൻ ഹ കദോഷ് ചിതറിക്കപ്പെട്ടു, അവിടുന്ന് അതെല്ലാം ചിതറിക്കപ്പെട്ടു, ഭാഷ മുഴുവൻ ചിതറിക്കപ്പെട്ടു. പക്ഷെ ആ ചിതറിക്കപ്പെട്ടു പോയിട്ടും ദൈവം ഒന്നും നശിപ്പിക്കാനോ നശിച്ചു പോകാനോ അനുവദിച്ചില്ല. പകരം അതെല്ലാം ജീവനോടെ, ജീവന്റെ ആത്മാവിൽ നിലനിർത്തി. നമുക്കത് കാണുവാൻ കഴിയും. എവിടെയാണെന്നറിയാമോ? ഈ ചിതറിക്കപ്പെട്ടു പോയ പല ആൾക്കാരുടെ സ്പെസിമെൻ യെരുശലേമിൽ കൂടി വന്നു, പ്രസംഗം കേട്ടു, മാനസാന്തരപ്പെട്ടു. അല്ല, സോറി, അവർ കൂടിയിരുന്നു, പരിശുദ്ധാത്മാവ് ഇറങ്ങി, അവരുടെ മേലിറങ്ങി. അവർ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഭാഷ അവർ സംസാരിച്ചു തുടങ്ങി. ദ ടങ്സ്. അവർ ചോദിച്ചു, ഇവർ യെരുശലേംകാരൻ, ഞാൻ അറബി, ഞാൻ ആഫ്രിക്കൻ, ഞാൻ ഫിനീഷ്യൻ, ഞാൻ അപ്പുറത്ത് പലസ്തീൻ. പക്ഷേ അവർ സംസാരിക്കുമ്പോൾ ഞാനത് മനസ്സിലാക്കുന്നു എൻ്റെ ഭാഷയിൽ. അപ്പൊ ദൈവം ഒരിക്കലും ഒരു ഭാഷയും നശിപ്പിക്കാനല്ല, എല്ലാ ഭാഷയും ദൈവത്തിന്റെ ആത്മാവ് ഉൾക്കൊണ്ട് എല്ലാ ദൈവത്തിലേക്ക് പ്രതിധ്വനികൾ ആക്കി മാറ്റി. എല്ലാ ഭാഷകളിലും ഇപ്പോൾ യഥാർത്ഥ ദിവ്യശബ്ദത്തിന്റെ ഒരു ഭാഗം ഉണ്ടായിരിക്കുന്നു. ഏതെന്റെ പ്രതിധ്വനികൾ കാലക്രമേണ അത് പരാവർത്തനം ചെയ്യപ്പെട്ടു. അത് ഒരു ശുദ്ധമായ ഭാഷയാണ്. അതെന്താണ് മറച്ചു വച്ചിരിക്കുന്നത്? അതെന്താണ് കാത്തിരിക്കുന്നത്? അപ്പോ നമുക്ക് അത് കൂടുതലായിട്ട് പഠിക്കാം. പുനഃസ്ഥാപനത്തിന്റെ പ്രത്യാശ എന്ന് പറഞ്ഞ മൂന്നാമത്തെ ടൈറ്റ്. ദൈവം ഈ കഥയെ അല്ലെങ്കിൽ ഈ സംഭവത്തെ ചിതറിച്ച് വിട്ടെങ്കിലും നശിപ്പിക്കുവാൻ ആലോചിച്ചിരുന്നില്ല. ദൈവം അതെല്ലാം പുനരേകീകരണത്തിന്റെ ഒരു സൂചന നൽകി. ദൈവം ഭാഷയുടെ ഒരു പുനരേകീകരണത്തിന്റെ ഒരു സൂചന നൽകി. അപ്പോൾ അടുത്തത് നിങ്ങൾ എടുക്കേണ്ടത് സഫന്യാവ് 3:9. സഫന്യാവിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. അതിലിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഭാഷകളൊക്കെ ചിതറി, ഭാഷകൾ വ്യത്യസ്തമായി, പക്ഷേ പ്രവാചകനിലൂടെ ദൈവം ഇങ്ങനെ അരുളി ചെയ്തു. എന്തരുളി ചെയ്തു? ഇതിന്റെ അവസാനം എങ്ങനെ ആകണമെന്ന് പറഞ്ഞു. അതായത് ഒരു ഭാഷയായിരുന്നു, എല്ലാം ഒരു ഭാഷയായിരുന്നു. ആ ഭാഷ ദൈവം ചിതറിച്ചു, പലയിടത്തോട്ട് പോയി. ഇനി ആ ഭാഷകളെ എല്ലാം ദൈവം ഒരു ദിവസം പുനരേകീകരിക്കുന്ന ഒരു ദിവസം, എല്ലാം പുനരേകീകരിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ പുനരേകീകരണത്തിന് വേണ്ടിയിട്ടാണ് ഞാനും നിങ്ങളും എല്ലാം ഇപ്പോൾ ആയിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. സഫന്യാവ് 3:9 എടുത്ത് ആരെങ്കിലും ഒന്ന് ഉറക്കെ വായിക്കാമോ? അപ്പോൾ സകല ജാതികളും യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് ഏക മനസ്സോടെ അവനെ സേവിക്കേണ്ടതിന് ഞാൻ അവർക്ക് നിർമ്മലമായുള്ള അധരങ്ങളെ വരുത്തും. ഓക്കെ, ഒന്ന് പതുക്കെ വായിക്കാമോ? നിർത്തി. അപ്പോൾ
അപ്പോൾ സകല ജാതികളും സകല ജാതികളും. അപ്പോ യഹോവയുടെ ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്, ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോയിക്കോട്ടെ അവിടുന്ന്. സകല ജാതികളും എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇന്ന ജാതി എന്ന് അവിടെ പറഞ്ഞിട്ടില്ല. ഭൂമുഖത്ത് ഉണ്ടായിരിക്കുന്ന സകല ജാതികളും എന്നാ പറഞ്ഞു. ഓക്കെ, അടുത്തത്. യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് വെയിറ്റ്. യഹോവയുടെ നാമം വിളിച്ച് അപേക്ഷിക്കേണ്ടതിന്. ഓക്കെ, നിങ്ങൾ അവിടുന്ന് പോകരുത്, അവിടെ തന്നെ നിൽക്കണേ. ഞാൻ വേറെ സ്ഥലത്തോടെ കൊണ്ടുപോകണം. കുറച്ച് കാലഘട്ടം കഴിയുമ്പോൾ, ഇപ്പൊ ഇന്നത്തെ വാർത്ത ഇന്ന് നമ്മൾ ഇരുന്ന് പഠിക്കുമ്പോൾ, അങ്ങ് മധ്യപൂർവേഷ്യയിലെ ചില കൈകൊടുക്കലുകൾ കെയ്റോയിൽ നടന്നു കഴിഞ്ഞു. കെയ്റോ എന്ന് പറഞ്ഞ ഈജിപ്ഷ്യന്റെ തലസ്ഥാനത്ത് റെഡ് സീ റിസോർട്ടിൽ വെച്ച് ചില കൈകൊടുക്കലുകൾ നടന്നു കഴിഞ്ഞു, ചില ധാരണകൾ നടന്നു കഴിഞ്ഞു. ഓക്കെ, എല്ലാം നല്ലതിന്, സമാധാനത്തിന്, ഞാനും അതിനൊക്കെ. പക്ഷെ ആ സമാധാനം ഇനിയും അധികകാലം നീണ്ടു നിൽക്കില്ല എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. കാരണം നമ്മൾ വിശ്വസിക്കുന്നത് വചനത്തിലായതുകൊണ്ട്, വചനം അത് വെളിപ്പെടുത്തിയതുകൊണ്ട്, വചനം അതെല്ലാം തുറന്നു കാണിച്ചതുകൊണ്ട് ആ സമാധാനമൊക്കെ താൽക്കാലികമാണെന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം. അത് നഷ്ടപ്പെടും. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോ ഇവർക്ക് ദൈവത്തിൽ ആശ്രയം വെക്കും. ആര്? എബ്രായ ജനത, ഇസ്രായേൽ ജനത, യഹൂദ ജനത ദൈവത്തിൽ ആശ്രയം വെക്കുന്ന സമയത്ത് സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 12-ാം അധ്യായം നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ, ഐ വിൽ ഗീവ് ദം ദ ഹാർട്ട് ഓഫ് സപ്ലിക്കേഷൻ ആൻഡ് ഗ്രേസ്. കൃപയുടെയും വിലാപത്തിന്റെയും യാചനയുടെയും ആത്മാവിനെ ഞാൻ അവർക്ക് നൽകും എന്നൊരു വാക്യമുണ്ടോ? അത് നൽകുമ്പോ ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുമായിട്ട് എങ്ങനെ കണക്ട് ആവും? കാരണം ലോകത്ത് എല്ലാ ജനവും ദൈവപിതാവിനെ, യാഹ്വയെ അറിയേണ്ടതിനും വിളിക്കേണ്ടതിനും എല്ലാവരും ഈ ഭാഷ പഠിച്ചേ മതിയാകൂ, ഈ ഭാഷ മനസ്സിലാക്കിയേ മതിയാകൂ. കാരണം ലോകം വേറൊരു ടേണിംഗ് പോയിന്റിലേക്ക് 26ലേക്ക് മാറിപ്പോകാൻ പോവാണ്. ചില രാഷ്ട്രങ്ങൾ വളരെ വളരെ ശക്തി പ്രാപിക്കും. അവർ ട്രേഡ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ മേടിക്കണമെങ്കിൽ അവന്റെ ഭാഷ നമ്മൾ പഠിച്ചേ മതിയാകൂ. അവൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. കാരണം അവൻ മറ്റു ഭാഷയിൽ പറയില്ല. അവന്റെ ഭാഷയിൽ അവൻ പറയുമ്പോൾ നമ്മൾക്കത് മനസ്സിലാക്കണം. സോ നമുക്കത് പഠിച്ചേ പറ്റൂ. അപ്പൊ അങ്ങനെ ഒരു ഓർഡറും കൂടി നമ്മുടെ വരുന്ന കാലഘട്ടത്തിൽ ഉണ്ടാകും. അപ്പോൾ ഈ ഭാഷ പഠിച്ചേ പറ്റൂ, ഈ ഭാഷ മനസ്സിലാക്കിയേ പറ്റൂ. അറിയാമോ സോറി, അവിടുന്ന് തുടർന്ന് വായിക്കാമോ? യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് ഏക മനസ്സോടെ അവനെ സേവിക്കേണ്ടതിന്. ഏക മനസ്സോടെ, ഇരു മനസ്സല്ല, ഏക മനസ്സോടെ എല്ലാവരും, എല്ലാ ജാതികളും വിളിച്ച് അപേക്ഷിക്കേണ്ടതിന്. അവനെ സേവിക്കേണ്ടതിന് ഞാൻ അവർക്ക് നിർമ്മലമായുള്ള അധരങ്ങളെ വരുത്തും. ഓക്കെ, ഞാൻ നിർമ്മലമായ അധരങ്ങളെ വരുത്തും, അല്ലെങ്കിൽ നിർമ്മലമായ ഒരു ഭാഷ ഞാൻ നൽകും. അധരം എന്ന് പറയുന്നത് നമ്മൾ ഈ ചുണ്ട്, നാക്ക്, ഇത്രയും കാര്യങ്ങളാണല്ലോ നമ്മൾ സംസാരത്തിന് ഉപയോഗിക്കുന്നത്. അപ്പം അത് അവിടെ ഒരു എന്താ പറയുന്ന ഒരു എക്സ്പ്രഷനാണ് ആ അധരം എന്ന് പറയുന്നത്. അധരം, നാവ്. ഇപ്പൊ നമ്മള് ഹോളി ടങ്ക് എന്ന് പറയും. ആ ടങ്ക് എന്ന് പറയുന്നത് എന്താണ്? ഭാഷ എന്നാണ്. അപ്പൊ നിർമ്മലമായ ഒരു അധരം, ലഷോൻ ഹക്കത്തോഷ്, തിരിച്ചു വരും. അതായത് വിശുദ്ധമായ ഭാഷ തിരിച്ചു വരും, അത് സംസാരിക്കണം. ഹല്ലേലൂയ. ആ സഫനിയാവ് 3:9 അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോറി. പുതിയ നിയമത്തിൽ പെന്തക്കോസ്തൽ ആത്മാവ് ബാബേലിനെ വിപരീതമാക്കി. അതായത് ഒരിടത്ത് ചിതറിക്കപ്പെട്ടപ്പോ ഇവിടെ വന്നപ്പോ എന്തു പറ്റി? ദൈവം അതിനെല്ലാം ട്വിസ്റ്റ് ചെയ്തു. അവിടെ ചിതറിക്കപ്പെട്ടു, അവിടെ ഗോത്രങ്ങളെയും ഭാഷകളെയൊക്കെ മാറ്റിയെങ്കിലും
പെന്തക്കോസ്ത് നാളിൽ, ശവൂത്ത് നാളിൽ ദൈവം അതിനെ എല്ലാം പുനർക്രമീകരിച്ചു. ഈ ശവൂത്ത് നാളിൽ വേറൊരു കാര്യം കൂടെ നടന്നായിരുന്നു. സീനായി അടിവാരത്തിന് ഒരു 3000 പേര് പട്ടുപോരും. ഒരു 3000 പേര് പട്ടുപോരും. ആ 3000 പേര് നമുക്ക് ഈ പെന്തക്കോസ്ത് അല്ലെങ്കിൽ ശവൂത്ത് നാളില് യെരുശലേമിൽ കാണാൻ പറ്റും. ഞാനത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഓരോരുത്തരും അവരവരുടെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ടു. പെന്തക്കോസ്ത് നാളിൽ, ശവൂത്ത് നാളിൽ. നമുക്ക് അത് പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 6 അത് വായിക്കാൻ പറ്റും. ബാബേലിൽ ഭാഷ വിഭജിക്കപ്പെട്ടു. പെന്തക്കോസ്തിൽ ആത്മാവ് ഭാഷകളെ ഒന്നിപ്പിച്ചു. ബാബേൽ മനുഷ്യന്റെ അഹങ്കാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ദൈവത്തെ താഴ്ത്തുന്നു. എന്നാൽ പെന്തക്കോസ്, ശവൂത്ത്, ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ആ നാളിൽ ആത്മാവ് എന്ത് ചെയ്തു? വീണ്ടും താഴോട്ട് വന്ന് മനുഷ്യന്റെ ഇടയിൽ വസിച്ചു. ആളുകൾ ശക്തിയോടെ, തീക്ഷ്ണതയോടെ എഴുന്നേൽക്കുന്നു. അടുത്ത 4-ാമത്തെ പോയിന്റാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ എവിടെ നിന്നാണ് എബ്രായ ഭാഷ, എവിടെയാണ് അത് യോജിക്കുന്നത്? നമ്മൾ അതാണ് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിന്തിക്കാൻ പോകുന്നത്. നമ്മൾ ഇത്രയും നേരം നമ്മളൊരു പൊതുവായൊരു ഭാഷയെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ട് വന്നത്. ഇനി നമ്മളുടെ ആ റൂട്ട് ഇങ്ങനെ പതുക്കെ നമ്മുടെ ദിശ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ മാറുകയാണ്. നമ്മളിനി ഭാഷയെക്കുറിച്ചും അതിൻ്റെ വലിയൊരു അതിൻ്റെ സാങ്കേതികപരമായ കാര്യങ്ങളെക്കുറിച്ച് ഇനി നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾക്ക് പഠിക്കാനുള്ള ഭാഷയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോവുക. എബ്രായ ഭാഷ എവിടെയാണ് യോജിക്കുന്നത്? ആദാം, നോഹ, ഷേം, അബ്രഹാം എന്നിവർ സംസാരിച്ച മൂലഭാഷയാണ് എബ്രായ ഭാഷ എന്ന് വിശ്വസിക്കുന്നു. ആദാം, നോഹ, ഷേം, അബ്രഹാം. നിങ്ങൾ ഈ പേരുകളെല്ലാം ഓർത്തു വെച്ചോണം. അബ്രഹാം, നോഹ, ഷേം, ആദാം, നോഹ, ഷേം, അബ്രഹാം. ഓക്കെ. ബാബേലിന് ശേഷം ഉടമ്പടിയുടെ പരമ്പരയിലൂടെ അത് നിലനിന്നു. അത് തോറയുടെയും പ്രവാചകന്മാരുടെയും യഹോശുവയുടെയും ഭാഷയായി മാറി. അതുകൊണ്ട് ഇന്നും എബ്രായ ഭാഷ നമ്മൾ പഠിക്കുന്നത്. അത് പുനഃസ്ഥാപനത്തിന്റെ ഒരു പ്രവചന നിവൃത്തിയാണ്. അതായത് ഞാൻ നേരത്തെ ഒരു പ്രവചനം പുസ്തകത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു, സഫന്യാവ് 3:9. ഈ 3:9 നിന്നുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മളും ആ പ്രവചനത്തിന്റെ ഭാഗമാണ്. നമ്മളും ആ പ്രവചനത്തിന് നിന്നുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. പുനഃസ്ഥാപനത്തിന്റെ ഒരു പ്രവചന പ്രവൃത്തി. ബാബേലിന് അന്തിമ വാക്ക് ഉണ്ടായിരിക്കേയില്ല എന്ന പ്രഖ്യാപനം. നമ്മൾ ഇന്നും ഈ പ്രവചനത്തിനോട് ചേർന്ന് നിന്ന് നമ്മൾ ആ പ്രവചനത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പറയുന്നു ബാബേലിനോട്, ബാബേലല്ല ഒരു അന്ത്യമായ വാക്ക്, പകരം ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന അതിനോട് ചേർന്ന് നിന്നാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ദിവ്യഭാഷയുടെ ശുദ്ധമായ പ്രവാഹത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക്. അപ്പോ ബാബേൽ എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോ അന്ന് ദൈവമില്ല, ഐക്യമില്ല, മനുഷ്യൻ മാത്രം മതി എന്നുള്ള വലിയൊരു ആത്മീയമായ മുന്നറിയിപ്പ് ബാബേൽ നമുക്ക് നൽകുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? മനുഷ്യന്റെ തിന്മ വർദ്ധിച്ചു. അവിടെ ദൈവത്തെ അവർ വിട്ടുമാറി. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. അങ്ങനെ നമ്മൾ നിത്യവചനം സംസാരിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്ന യഹോശുവ ഈ ഭാഷകളെ എല്ലാം പുനഃസ്ഥാപിക്കുവാൻ വന്നു. യേശു കർത്താവിലൂടെയാണ് സകലതും പുനഃസ്ഥാപിച്ചു വന്നത്. അപ്പോ നിങ്ങൾക്ക് ഇതാണ് നമ്മുടെ 3-ാമത്തെ അധ്യായം.